ആ കണക്ക് സഹിതം മന്ത്രി ബാലഗോപാൽ നിയമസഭയിലും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്ര ഗവൺമെൻറ്റിന് കണക്ക് സഹിതം സമർപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകരാണല്ലോ, നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ. നമുക്ക് ഇത് രഹസ്യ കണക്കുകളൊന്നുമല്ലല്ലോ. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിന് നൽകേണ്ട വിഹിതം എത്ര വിഹിതം കൊടുത്തു, ഏതെല്ലാം സെക്ടറിലാണ് വെട്ടിക്കുറവ് നടത്തിയിട്ടുള്ളത്, ഈ കാര്യങ്ങളിലാണല്ലോ ബാലഗോപാൽ അന്ന് ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് നിയമസഭയിൽ പറഞ്ഞത്, ധനകാര്യ വകുപ്പ് മന്ത്രി. അതാണ് അതിൻ്റെ സത്യം എന്ന് പറയുന്നത്. അപ്പോൾ അതല്ലാതെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇത്രയും വലിയ ഒരു ജനമുന്നേറ്റവും അതുപോലെ ഇത്രയും രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമരവും എല്ലാം കഴിഞ്ഞ ശേഷം കേരളം പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് ഒരിക്കലും ലോകസഭയിലും രാജ്യസഭയിലും അവർ പറയാൻ വേണ്ടി പോകുന്നില്ലല്ലോ. ഇന്നലത്തെ സമരം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും ഒരു സമര കൂട്ടായ്മ കണ്ടിട്ടില്ല. അവിടെ പത്രങ്ങളിലൊക്കെ വായിച്ചല്ലോ, നമുക്ക് പഞ്ചാബ് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഡൽഹി മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, നമ്മുടെ ഫറൂഖ് അബ്ദുള്ള അദ്ദേഹം ഉണ്ടായിരുന്നു, കപിൽ സിബൽ ഉണ്ടായിരുന്നു, അങ്ങനെ DMKയുടെ തമിഴ്നാട്ടിലെ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു. അവരെല്ലാവരും പറഞ്ഞത് ജനാധിപത്യ പ്രക്രിയയാണ്, ഗവൺമെൻറ്റുകൾ മാറിയും തിരിഞ്ഞും വരും, നമുക്കൊരു ഭരണഘടനയുണ്ട്, ആ ഭരണഘടനയിൽ ഊന്നി പറയുന്നത് ഫെഡറൽ സംവിധാനമാണ്, എതിരാളികളെ വകവരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം എത്ര ഗവൺമെൻറ്റുകളാണ് കേരളത്തിൽ മറിച്ചിട്ടത്? ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകളെയാണ് മറിച്ചിട്ടത്. ഒന്ന്, സാമ്പത്തികം കൊടുത്തുകൊണ്ട്. 2, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. ഇന്നിപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസി എന്ന് പറയുന്നത് BJPയുടെ ഒരു B ടീമായി പ്രവർത്തിക്കുകയാണ്. BJPക്കും RSSനും അവർ കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യ രാജ്യത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെയും ഭരണാധികാരികളെയും അറസ്റ്റ് ചെയ്യുകയാണ്. എന്തും കാണിക്കാമെന്നുള്ള ഒരു സ്ഥിതിവിശേഷം തിരുത്തി പോവുകയാണ്. അപ്പോൾ ഇന്നലെ അവർ നേതാക്കന്മാർ പറഞ്ഞു, ഇതൊന്നും എല്ലാ കാലത്തും നടക്കുമെന്ന് ധരിക്കണ്ട, ഗവൺമെൻറ്റെല്ലാം മാറിയും തിരിഞ്ഞും വരും എന്ന് പറയുന്നതിന് വേണ്ടി തയ്യാറായി. അപ്പോൾ ഇന്നലത്തെ സമരം ഇന്ത്യ ആകെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട സമരമാണ്. കേരളമാണ് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയത്തിനെതിരായിട്ടുള്ള ആദ്യ ശബ്ദമുയർത്തിയത്. ആ ശബ്ദമുയർത്തിൻ്റെ ഭാഗമായിട്ടാണ് കർണാടക ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അവിടെ 7-ാം തീയതി അന്ന് സമരം നടന്നത്. അതിനുശേഷമാണ് 8-ാം തീയതി അന്ന് നമ്മുടെ കേരളത്തിലെ സമരം നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനയ്ക്കെതിരാണ്, ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണ്. അത് ഒരിക്കലും നമുക്ക് വഹിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കഴിയില്ല. തനിക്കിഷ്ടമില്ലാത്ത, കേന്ദ്ര ഗവൺമെൻറ്റിന് ഇഷ്ടമില്ലാത്ത ആരെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ സഹായത്തോടു കൂടി ഒരു പേപ്പർ ആരെങ്കിലും എഴുതി വാങ്ങി അവരെ അറസ്റ്റ് ചെയ്യുക, ജയിലിലടയ്ക്കുക, ഇത് എങ്ങനെ? അപ്പോൾ അവരെ പ്രസംഗിച്ചവർ പറഞ്ഞു, ലോകത്ത് ഇതേപോലുള്ള ഏകാധിപതികളെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഏകാധിപതികൾ ഇതേപോലെ ലോകം ഭരിച്ചിട്ടുണ്ട്, അവരെല്ലാം അവസാനം ജനങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തുന്ന സ്ഥിതിവിശേഷമാണ് ലോക ചരിത്രം പരിശോധിച്ചാൽ കാണുന്നതിന് വേണ്ടി കഴിയുന്നത്. അത് തന്നെയായിരിക്കും നരേന്ദ്രമോദിയുടെയും സ്ഥിതി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കേന്ദ്ര ധനമന്ത്രി തെറ്റിദ്ധരിപ്പിക്കുകയാണ്, പൂർണ്ണമായി തെറ്റിദ്ധരിപ്പിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി. ഇപ്പോൾ തന്നെ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ, മാധ്യമപ്രവർത്തകരാണല്ലോ നിങ്ങൾ, ഇപ്പോൾ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കേരളത്തിൽ എന്തുണ്ട്? ഇപ്പം ഞാൻ നിവേദനം കൊടുത്തതാണ് ഉച്ചഭക്ഷണത്തിന് വേണ്ടി, കേന്ദ്ര സ്കീമാണല്ലോ, ഒരു പൈസ വർദ്ധിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പോലും, പഴയ കണക്കോടെ നിൽക്കട്ടെ, ഇപ്പോൾ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പോലും കേരളത്തിന് ആശ്വാസം ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു ധനസഹായവും കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം എന്ന് പറയുന്നത്. മിനിസ്റ്റർ, ഈ വിദ്യാഭ്യാസത്തിലായാലും ആരോഗ്യത്തിലായാലും മറ്റ് ഏത് കാര്യത്തിലായാലും കേരളം വളരെ മുൻപന്തിയിലേക്ക് വരികയാണ്. അപ്പോൾ അതാണ് ഈ നമ്മുടെ വിഹിതമൊക്കെ കുറയാൻ കാരണം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ നേട്ടങ്ങൾ നമുക്ക് വിനയാവുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോൾ ഉണ്ടാകുന്നത്? കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ ഏജൻസികൾ തന്നെ പ്രഖ്യാപിക്കുകയാണ് ആരോഗ്യരംഗത്തെ മെച്ചപ്പെട്ട സേവനം നടത്തുന്ന സംസ്ഥാനം കേരളം, പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും മെച്ചപ്പെട്ട സേവനം നടത്തുന്നത് കേരളം, സാമൂഹ്യ സുരക്ഷാ രംഗത്ത് ഏറ്റവും മെച്ചപ്പെട്ട സേവനം നടത്തുന്ന സംസ്ഥാനം കേരളം,
കുടുംബശ്രീ ലോകത്തിനകത്ത് തന്നെ മാതൃകയാണെന്ന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ പറയുകയാണ്. ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ ഏജൻസികൾ തന്നെയാണ് ഈ കേരളത്തെ ഈ രൂപത്തിൽ പുകഴ്ത്തുകയും അവരെ സാമ്പത്തികപരമായി ഞെരുക്കി തകരാറാക്കുന്നതിനുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഏതെല്ലാം നിലയിൽ ഇപ്പോൾ രണ്ടാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നു 2016 അധികാരത്തിൽ വന്നു. അതിനുശേഷം വീണ്ടും 5 വർഷക്കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും അധികാരത്തിൽ വന്നു. 2016 ശേഷമുള്ള 5 വർഷക്കാലം നമുക്ക് നിപ്പ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കോവിഡ് ഉണ്ടായിരുന്നു, അതേപോലെ പ്രളയം ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ആ സമയത്തിനൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായമില്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ജനങ്ങളെ പട്ടിണി കിട്ടില്ല എന്നുള്ളവരും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. ആ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും കേരളത്തിൻ്റെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വീണ്ടും രണ്ടാമതും അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പം ജനങ്ങൾക്കറിയാം ആര് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു, ആര് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് നന്നായി അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പം അവർ ഭയക്കുകയാണ്. വീണ്ടും ഈ നിലയിൽ പോയി കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായമില്ലാതെ തന്നെ കാര്യങ്ങൾ നന്നായി തന്നെ നടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാവും എന്ന് അവർ ഭയക്കുകയാണ്. ഇപ്പോൾ BJPക്ക് ആകെ ഉണ്ടായിരുന്ന നേമത്തായിരുന്നു ഉണ്ടായിരുന്ന ഒരു സീറ്റ്, ആ അക്കൗണ്ടും ക്ലോസ് ചെയ്തല്ലോ.